കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഇപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ആ കളഭാലങ്കാരത്തിലൂടെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്ന് പ്രദക്ഷിണം ചെയ്ത് അതിനുശേഷം അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണേശനെ കണ്ട് തൊഴുത് നമുക്ക് നേരെ ഇങ്ങനെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയ കേശവൻ്റെ 2 കൊമ്പുകളും മഹാലക്ഷ്മി ദേവിയെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും നാരായണീയം ഇരുന്നിരുന്ന ആ പീഠമാണ്. അതും ആ കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കി നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചിങ്ങനെ ഇന്നത്തെ അലങ്കാരം കാണാണ്ട് ഇന്നിങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ആദ്യം തന്നെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തള ഇട്ടിട്ടുള്ള. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ വലിയൊരു മരം കാണാണ്ട്. ആ മരത്തിൻ്റെ മുകളിലാണ് ഉണ്ണി ഇങ്ങനെ ഇരിക്കുകയാണ്. ഉണ്ണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഉണ്ണി എന്നൊന്നും പറയാനില്ല, എന്നാലും കുറച്ചൊക്കെ വലിപ്പമുണ്ട്. ആ ചേലയൊക്കെ ചുറ്റിയിട്ടാണ്. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയത് കാണാണ്ട്. അതേപോലെ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല ഗോപീതിലൊക്കെ വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വെച്ചാൽ പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്, ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുക. ആ വലിയ മരത്തിൻ്റെ ഇടതേ സൈഡിലെ ഒരു ചെറിയ കൊമ്പുമ്മിൽ ഇങ്ങനെ ഇരുന്ന് ഉണ്ണി ഇങ്ങനെ നന്നായിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് കേട്ടോ. പീലിത്തിരിമുടി ഉണ്ട്, അതായത് 3 പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിന് തിരുമുടി മാലകൾ വെച്ചിട്ടുണ്ട് 2 എണ്ണം. തെച്ചി, തുളസി, വെളുത്ത പൂവ്, അതേപോലെ വലിയ ഉണ്ടമാല, അത് താമരയ്ക്കാണ് മുൻതൂക്കം. താമരയും തെച്ചിയും തുളസിയായിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു ഉണ്ടമാലയും. എന്നിട്ടിങ്ങനെ ഇരുന്ന് അരയാലിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരുന്ന് അരയാലിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ ഗോപസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നൊരു ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ചും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, ആ ലെവലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ബാലലീലകൾ ഇങ്ങനെ ആടുകയാണ് ഉണ്ണി. എന്തൊരു രസമാണെന്നറിയോ കാണാൻ. ആ മുഖത്തെങ്ങനെ പുഞ്ചിരിയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ പോലെ, ഞാനൊന്നല്ലതൊന്നും കൊണ്ടുവച്ച്, ഞാനൊന്നല്ലത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കൊമ്പിലൊക്കെ നിറയെ ആ ഗോപികമാരുടെ എന്താ പറയുക ചേലകളും സാരിയും ഒക്കെ കൊണ്ടുപോയിട്ടേ അങ്ങനെ എടുത്ത് വെച്ചെന്നാ. ഞാനൊന്നല്ല കേട്ടോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കണം. ആ കള്ളച്ചിരിയോട് കൂടിയിട്ടേ ആ ഉണ്ണിക്കണ്ണനെ അങ്ങനെ കാണാൻ എന്ത് രസമാണ്. എത്ര കണ്ടാലും മതിയാവില്ല. അമ്മാതിരിയുള്ള ഒരു കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗോപസ്ത്രീകളുടെയൊക്കെ തുകിൽ വാരിക്കൊണ്ടുപോയിട്ട് ഇരിക്കുന്ന ആ ഗോപാലകുമാരനെ കണ്ട് തൊഴുതോളൂ. എല്ലാവരും ആ ഉണ്ണിക്കണ്ണനെ, വേണുഗാനം പൊഴിക്കുന്ന ആ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതോളൂ കേട്ടോ. എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഉണ്ണിയുടെ ആ കുസൃതിത്തരങ്ങളും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷമൊക്കെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ അവിടെ നിന്നിട്ട് ഭഗവാനെ ഇങ്ങനെ കാണുക, കണ്ടിട്ട് അവനവൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ അലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്തേക്ക് വന്നാൽ കുറച്ചൊക്കെ ഒരു തിരക്കുണ്ട്, വലിയ തിരക്കെന്ന് പറയാനില്ല, എന്നാലും കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഗണേശനും കിരീടമൊക്കെ വെച്ച് കൊമ്പ്, തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം.
സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ മായാദേവീനെയും അതേപോലെ ആ കോർണറിലുള്ള ഗണേശനെ, ചെറിയ ഗണേശനെയൊക്കെ കണ്ടു തൊഴുത് മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നെ മേൽശാന്തിരി അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനഴിക്കുന്ന മഹാവിഷ്ണുവിനെയും ഒക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ ഇങ്ങനെ കണ്ടു തൊഴാം. അവിടെ ധാരാളം മാലകളുണ്ട്, താമരമാലകളൊക്കെ ഉണ്ട്, തുളസി മാലകളുണ്ട്, വെളുത്ത പൂവിൻ്റെ മാലകളുണ്ട്. അപ്പോൾ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് തൊഴാം. പിന്നീട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹത്തെയും കണ്ടു തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ദശാവതാരത്തിലെ ബാക്കി ഉള്ള ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ മുരുകൻ്റെ അടുത്ത് വരാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ എന്നൊരു വെറ്റില മാലയുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാട്ടോ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ടു തൊഴുത് ഓവിൻ്റെ അവിടേക്ക് വരിക. ഓവിൻ്റെ അവിടെ വന്ന് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ നേരെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ, കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ നല്ല മിന്നുന്ന കൊടിമരം കാണാം, അത് കണ്ടു തൊഴാം. പിന്നെ അങ്ങനെ മണിക്കിണറും നൃത്താരെയൊക്കെ കണ്ടു തൊഴുത് കുറൂരമ്മയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ടു തൊഴുത് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ തൊഴാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അവിടെ വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കായി. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഗോളക തന്നെയാണ്, മുഖത്തൊക്കെ ഉള്ള ഗോളകയാണ്. പിന്നെ താഴത്ത് ഇങ്ങനെ ചുവന്ന പട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം തെച്ചിപ്പൂക്കളും താമരപ്പൂക്കളൊക്കെ മാലകളുണ്ട്, അർച്ചനപ്പൂക്കളുണ്ട്. ശിവേലി വിഗ്രഹത്തിൻ്റെ അവിടെയുണ്ട് തെച്ചിയുടെയും തുളസിയുടെയും മാലകൾ. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കാം, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക, കോർണറിലെത്തിയാൽ. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടി. ഇനി അതിന് ശേഷം നമ്മൾ നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഉണ്ണീനെ കണ്ട് വേണുഗോപാലിനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാൽ കിടാവിളക്ക് കാണാം, അത് കണ്ട് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, അതേപോലെ വലിയ സ്വർണത്തിൻ്റെ മാലകളുണ്ട്. പിന്നെ കറുത്ത മുണ്ട്, പാവുണ്ടിൻ്റെ മേലെ കറുത്ത മുണ്ട് ചുറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ കണ്ടു തൊഴുത് അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയൊക്കെ കണ്ടു തൊഴുത് നമ്മളിങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അങ്ങനെ കണ്ടു തൊഴുത് നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരാം. ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനും മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മൾക്കെത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.